ഇന്ന് നമ്മൾ നമ്മുടെ തലമുടിക്കുള്ള ഒരു പാക്കാണ് റെഡിയാക്കുന്നത്. ഇത് തേച്ച് കഴിഞ്ഞാൽ തലമുടി പന പോലെ വളരുന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ തലമുടിയിലുള്ള താരൻ, ചൊറിച്ചിൽ, പിന്നെ അങ്ങനത്തെ പ്രശ്നം, പുള്ളുകുറവുള്ള മുടിയൊക്കെ ആണെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് തേച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നല്ല രസത്തിൽ സോഫ്റ്റായിട്ട് കിടക്കും. 2 ദിവസം തലേദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസമൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉലുവ, പിന്നെ നമ്മുടെ കറ്റാർവാഴ, മുട്ടയുടെ വെള്ളം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നമ്മുടെ ഉലുവ, കറ്റാർവാഴ, മുട്ടയുടെ മഞ്ഞെടുത്ത് മാറ്റിച്ച് മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. മുട്ടയുടെ വെള്ളയും പിന്നെ നമ്മുടെ കറ്റാർവാഴ ജെല്ലുള്ളതുകൊണ്ട് നന്നായി അരച്ചെടുത്തു, നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ എടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഫോൺ പിടിപ്പിക്കലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പിടിപ്പിക്കാം. ഇതിപ്പോഴും പറയുന്നത് ഇത് തേച്ചാൽ പനങ്കല പോലെ മുടിയൊന്നും വളരില്ല, ഇതിന് കുറച്ച് മുടിയല്ലേ ഉള്ളൂ, പിന്നെയാണ് നീ ഇതൊക്കെ ചെയ്യണമെന്ന് പറയണ്ട. ഇത് തേച്ചാൽ വേറെയാണ് ഗുണങ്ങൾ. അപ്പം ഞാൻ തലയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കിത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞത് കഴുകിക്കളയാം. അപ്പോൾ നമുക്ക് ഷാമ്പൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ഉപയോഗിക്കാം. അപ്പം മുടിക്ക് നല്ല കഴുകി കഴിഞ്ഞാൽ നല്ല വോളിയം തോന്നും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.